മുനിസിപ്പൽ ചെയർപേഴ്സണായി റസീന MT വരുമ്പോൾ നാദാപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാനുണ്ട്. നാദാപുരത്തിൻ്റെ ആ ചേർത്ത് പിടിക്കൽ, നാദാപുരത്തിൻ്റെ സേവന സന്നദ്ധത, ഇപ്പോൾ എവിടെ എന്ത് പ്രയാസവും പ്രതിസന്ധി ഉണ്ടായാലും നാദാപുരത്തിൻ്റെ കൂട്ടായ്മ അവിടെയൊക്കെ തണലായി മാറുന്ന കാഴ്ച നമ്മളെപ്പോഴും കാണാറുണ്ട്. അവിടെ MT സൂപ്പി ഹാജിയെ അറിയുന്നവർക്കൊക്കെ അറിയാം, ഒരു കാലഘട്ടത്തിൽ നാദാപുരത്തെ പൊതുരംഗത്തും എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ മകൾ അങ്ങ് ബത്തേരിയിൽ എത്തിയിട്ട് അവിടെ നാദാപുരത്തിൻ്റെ ആ സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ച് സേവന രംഗത്ത്, ഞാൻ ബത്തേരിയിൽ ഏതാണ്ട് ഒരു 25 ദിവസം കഴിഞ്ഞു. 7 ഡോക്ടർമാരുള്ള ഒരു വീട്ടില് സാധാരണ ഒരു കുടുംബിനി എന്നുള്ള നിലയിൽ, ഒരമ്മ എന്നുള്ള നിലയിലുള്ള ഒരു വ്യക്തിത്വമല്ല റസീനത്ത എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പദവിയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു കുടുംബത്തിൽ ഇരിക്കുന്ന ആളെ സംബന്ധിച്ച് അവരെപ്പോഴും കുടുംബത്തിലുള്ള ആളുകളെ അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങാനാണ് ശ്രമിക്കുക. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്, നിങ്ങളുടെ നാദാപുരത്തിന്റെ വീറും വാശിയും എല്ലാം ജീവിതത്തിലുള്ള ഒരു വ്യക്തിയാണ് റസീനത്ത എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതിന് മുൻപേ വിവാഹം കഴിച്ചയച്ചു. അവിടെ നിന്ന് തുല്യതയിലൂടെ വിദ്യാഭ്യാസത്തിന്റെ പടവുകൾ കയറി. 7 ഡോക്ടർമാരുള്ള വീടല്ലേ, അത്യാവശ്യം പിടിച്ചിരിക്കണമെങ്കിൽ വിദ്യാഭ്യാസം വേണ്ടേ എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ആ വിദ്യാഭ്യാസത്തിന്റെ പടവുകൾ കയറി +2 എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്നാണ് ഞാനും റസീനത്തയും തമ്മിലുള്ള ക്ലാസ്മേറ്റ് ബന്ധം ആരംഭിക്കുന്നത്. ഞാനും ഇതുപോലെ തന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കെട്ടിച്ചു വിട്ടു. പിന്നെ പഠിക്കാൻ പറ്റിയില്ല, അതവിടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ വിധി ഞങ്ങളെ രണ്ടുപേരെയും ക്ലാസ്മേറ്റ് ആക്കി മാറ്റി. ഞങ്ങൾ ഒരുമിച്ചൊരിടത്ത് സുൽത്താൻ ബത്തേരിയിൽ +2 പഠനം പൂർത്തീകരിച്ച് സെക്കൻഡ് ക്ലാസ്സോടുകൂടെ റസീനത്ത അന്ന് +2 പഠനം പൂർത്തീകരിച്ചു എന്നുള്ളത്. അത് പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഞങ്ങളുടെ സുൽത്താൻ ബത്തേരിക്കാരുടെ ഹൃദയത്തിൽ വലിയൊരിടം നേടിയ ഒരു വ്യക്തിത്വം കൂടിയാണ് റസീനത്ത. കാരണം നിങ്ങൾ ചെറുപ്പത്തിലേ അങ്ങ് പറഞ്ഞു വിട്ടത് കൊണ്ട് നമ്മോടൊപ്പം ഉള്ള ഒരു കുടുംബത്തിലെ പ്രതിനിധിയാണ് എന്നത് ഏറെ ഉപഹാരം സമർപ്പിക്കുന്നു, അഭിമാനകരമാണ്. നമുക്കറിയാം, ഈ MT സൂപ്പിയായുടെ കുടുംബം സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ജനിച്ച മണ്ണിൽ ഇത്രയും മനോഹരമായ പ്രൗഢമായ ഒരു സ്വീകരണം നൽകിയിരിക്കുന്നത് റസീനത്തക്ക്. എന്തായാലും നല്ല കർമ്മ മണ്ഡലത്തിൽ വളരെ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സർവശക്തൻ നേട്ടമാണിത്. നിങ്ങളെപ്പോലെ ഞാനും വളരെയേറെ അഭിമാനിക്കുന്നു. എനിക്ക് തോന്നുന്നു റസീനത്തെ സംബന്ധിച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ സുൽത്താൻ ബത്തേരി നഗരസഭയുടെ പദവിയിലേക്ക് പ്രഥമ വനിതാ ചെയർപേഴ്സൺ എന്നുള്ള ഗ്രാമപഞ്ചായത്തിലെ കയ്യിലുണ്ടായിരുന്നു. അതിനുശേഷം 2 ടേമായി CPM-ന്റെ കയ്യിലിരുന്ന എനിക്ക് അത് വെറും ഒരു പദവി മാത്രം നേടിയെടുക്കുന്നതിനപ്പുറം പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. MC റസീനത്തക്ക് നല്ല ഒരു പ്രവർത്തന രംഗത്ത് നല്ല വിജയമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും തന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ജനിച്ച മണ്ണിൽ ഇത്രയും മനോഹരമായ പ്രൗഢമായ ഒരു സ്വീകരണം നൽകിയിരിക്കുന്നത് റസീനത്തക്ക്. എന്തായാലും നല്ല കർമ്മ മണ്ഡലത്തിൽ വളരെ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സർവശക്തൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങൾ ആരും ഈ പാർട്ടിയിലേക്ക് വരരുതേ എന്ന് പറഞ്ഞ മഹാനായ ഇസ്മായിൽ സാഹിബ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ രാജ്യത്തിൻ്റെ, ഒരു നാടിൻ്റെ, ഒരു ഗ്രാമത്തിൻ്റെ, ഒരു പട്ടണത്തിൻ്റെ, ഒരു മുനിസിപ്പാലിറ്റി വലിയ അഭിമാനകരമായ
അതിനപ്പുറം ഈ ഒരു കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ